ഒരാളുടെ വ്യക്തിത്വമാണ് അയാൾ ഒരു പ്രശ്നത്തിനെ എങ്ങനെ നേരിടണോ എന്നുള്ളതിനെ നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകം. നമസ്തേ, ഞാൻ ഡോക്ടർ ശൈലജ, സൈക്യാട്രിസ്റ്റ്. മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രയുണ്ടെന്നുള്ളത് എത്ര പറഞ്ഞാലും അധികമാവില്ല. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം പ്രകാരം ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും ആധ്യാത്മികവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല പല ഘട്ടങ്ങൾ, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ ഓരോ സ്റ്റേജിലും ആ വ്യക്തി അനുഭവിക്കുന്ന വെല്ലുവിളികൾ, സ്ട്രെസ്സുകൾ, ടെൻഷൻസ്, ചാലഞ്ചസ് ഇതൊക്കെ വ്യത്യസ്തമാണ്. പൂർണ്ണ മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തി ഇത്തരം വെല്ലുവിളികളുടെ സമയത്തൊക്കെ ആരോഗ്യപരമായിട്ട് അതിനെ നേരിടും. ചുറ്റുമുള്ള എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച് കുടുംബം, കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിച്ച് ഈ വെല്ലുവിളികളെ മറികടന്ന് അവർ സാധാരണ ജീവിതത്തിലേക്ക് സ്മൂത്തായിട്ട് കടന്നു പോകും. മാനസിക ആരോഗ്യത്തിൽ കുറച്ച് വൈകല്യമുള്ള ആൾക്കാരിലാണ് ഇത് ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുക. അവർ ഇതിനെ നേരിടുന്നത് ആത്മഹത്യ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വിഷാദം, വിഭ്രാന്തി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോയിട്ടാണ്. അതായത് അവർക്ക് ഒരു രോഗം എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ ചെന്ന് ചേരേണ്ടി വരുന്നു.